നമസ്കാരം. ഇന്നത്തെ കേരളത്തിലെ മതിൽ തീർത്ത് കേരളം. വനിതാ മതിലിനിടെ കാസർഗോഡ് ചേറ്റുകുണ്ടിൽ CPM BJP സംഘർഷം. മതിലിൽ പങ്കെടുക്കാനെത്തിയവർക്ക് നേരെ കല്ലേറുണ്ടായി. പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണോ? തീർച്ചയായും ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വനിതാ മതിലിന് നേരെയുണ്ടായ സംഘടിതമായ അക്രമമാണ് ഈ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്നത്. ഒരു സംഘം അക്രമികൾ ആദ്യം തീയിടുകയും സമീപത്തുണ്ടായിരുന്ന നെൽവയലിന് തീയിടുകയും പിന്നീട് ഇത് റെയിൽവേ ട്രാക്കിലേക്കും മറ്റും വ്യാപിക്കുകയും ചെയ്തു. ഇതോടുകൂടി വനിതാ മതിലിന് പങ്കെടുത്ത സ്ത്രീകൾ ഉൾപ്പെടെ ചിതറി ഓടുകയാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യം ഇതിനിടെ ചിതറി ഓടുന്നതിനിടെയാണ് പരക്കെ പല ഭാഗങ്ങളിൽ നിന്നായി കല്ലേറുണ്ടായത്. ഇതേ തുടർന്ന് പോലീസ് ലാത്തി വീശി കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. കല്ലേറിൽ CPM BJP പ്രവർത്തകരും ഒട്ടേറെ പോലീസുകാർക്കും പരിക്കുണ്ട്. ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാടിനടുത്തുള്ള ചേറ്റുകുണ്ടിലാണ് സംഭവം. വനിതാ മതിലിനായി അണിനിരുന്നവരെ തുരത്താൻ ചില റോഡിനരികിൽ ഉണങ്ങിയ പുല്ലിനാണ് തീയിട്ടിരിക്കുന്നത്. പുല്ലിനും പ്ലാസ്റ്റിക്കിനും തീ പിടിച്ചതോടെ വ്യാപകമായ രീതിയിൽ പുക ഉയരുകയായിരുന്നു. ഇത് കണ്ട് ഭയവിഹ്വലരായ വനിതകൾ പിന്തിരിഞ്ഞോടുകയാണ് ഉണ്ടായത്. ഇതോടെയാണ് പല ഭാഗങ്ങളിൽ നിന്നായി ഒരു സംഘം ആളുകൾ കല്ലെറിഞ്ഞിരിക്കുന്നത്. ഈ കല്ലേറ് നടത്തിയിരിക്കുന്നത് BJP പ്രവർത്തകരാണെന്നാണ് CPMന്റെ ആരോപണം. അതേസമയം തങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. അക്രമികൾ പോലീസിന് നേരെയും പരക്കെ കല്ലേറുണ്ടാക്കി. ഇതിൽ നിരവധി പോലീസുകാർക്ക് പരിക്കുണ്ട്. ചില പോലീസുകാരുടെ പരിക്ക് ഉള്ളതാണെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ വൻ പോലീസ് സന്നാഹം തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ധന്യ. ശരി വിനേഷ്, BJPയുടെ ഭാഗം വ്യക്തമാക്കാൻ ശ്രീകാന്ത് ചേരുന്നുണ്ട്. കാസർഗോഡ് BJP ജില്ലാ പ്രസിഡന്റാണ്. ശ്രീകാന്ത്, എന്താണ് സംഭവിച്ചത്? എന്തിനാണ് സംഘർഷം? ഈ സംഘർഷം CPM ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ള സംഘർഷമാണ്. അവിടെ വനിതാ മതില് പരക്കനെ പരാജയമായിരുന്നു. CPM പ്രതീക്ഷിച്ച സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് അവർ പ്രതീക്ഷിച്ച രീതിയിൽ അതിനെ വിജയിപ്പിക്കാൻ സാധിച്ചില്ല. അപ്പോ വനിതാ മതിലിന് ആളെ കിട്ടാനില്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് BJP കേന്ദ്രങ്ങളിൽ ഞങ്ങൾക്ക് മതില് പരിപാടി നടത്താൻ സമ്മതിക്കാത്തത് അല്ലെങ്കിൽ കഴിയാത്തത് എന്നത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻഡായിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ആരോപണവും അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ അടങ്ങിയിട്ടുള്ളത്. ഇതിൽ BJPക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല. ശരി ശ്രീകാന്ത്, തുടരുക. MP ബാലകൃഷ്ണൻ ചേരുന്നു, CPM ജില്ലാ സെക്രട്ടറി കാസർഗോഡ്. ബാലകൃഷ്ണൻ, BJP പറയുന്നത് വനിതാ മതിൽ അവിടെ വിജയിച്ചില്ല, അത് ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സംഘർഷം ഉണ്ടാക്കലായിരുന്നു CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? BJPയുടെ വാദം ഗീബൽസ്യൻ നുണയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷത്തോളം ആളുകളാണ് ഈ 44 കിലോമീറ്റർ കാസർഗോഡ് മുതൽ കാലിക്കട് വരെയുള്ള 44 കിലോമീറ്റർ വനിതാ മതിൽ തീർക്കുന്നതിന് വേണ്ടി പങ്കെടുത്തത്. മാത്രമല്ല, ഈ സംഭവം നടന്ന ചേറ്റുകുണ്ട് എന്ന് പറയുന്നത് ഇപ്പോ ഇവിടെ സംസാരിക്കുന്ന BJP പ്രസിഡന്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശ്രീകാന്ത് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ നാട് കൂടിയാണ്. അവിടെ BJPക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് ചേറ്റുകുണ്ട് എന്ന് പറയുന്നത്. ഈ ചേറ്റുകുണ്ടിലെ റോഡിന് സമാന്തരമായി തന്നെയാണ് അവിടെ റെയിൽ കടന്നു പോകുന്നത്. ആ റെയിലിന്റെയും റോഡിന്റെയും മധ്യേ കുറ്റിക്കാടുകളാണ്. ആ കുറ്റിക്കാട് മുളക് പൊടി വിതറിയിട്ട് തീയിടുകയാണ് ചെയ്തത്. അങ്ങനെ തീയിട്ട ആ പുകയിലാണ് ആ സൈഡിൽ ആ ഭാഗത്ത് റോഡിന്റെ ഭാഗത്ത് നിന്നിരുന്ന പടിഞ്ഞാറ് ഭാഗത്ത് നിന്നിരുന്ന നമ്മുടെ ആ പുകക്കകത്തായിരുന്നു. അതെ, ദൃശ്യങ്ങളിൽ കാണാം. അവരുടെ ആളുകൾ എത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എത്രത്തോളം ജനപങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നു? അവിടെ പനത്തടി AC എന്നാണ് പങ്കെടുക്കുന്നത്. അവിടെ 1,000-2,000 സ്ത്രീകളാണ് അവിടെ പങ്കെടുത്തത്, പല ഭാഗത്തായിട്ട് വന്നിട്ട്. ആ സ്ത്രീകൾക്ക് തന്നെ അണിനിരക്കുന്നതിന് വേണ്ടി പലപ്പോഴും സാധിക്കാത്ത പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ഈ പുകയും അതുപോലെ തന്നെ ഈ പറങ്കിപ്പൊടിയും ഒക്കെ മുളക് പൊടിയും ഒക്കെ ഇട്ട് പുക ചെയ്തതിന്റെ ഭാഗം ഇപ്പോഴും തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ പ്രദേശങ്ങളിൽ. അതുമാതിരി തന്നെ പോലീസുകാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇവരുടെ ഏറിൽ നിന്ന്. ആ റെയിലിന്റെ മുകളിൽ നിന്നാണ് BJPക്കാർ, ഈ ജില്ലയിൽ നിന്ന് കേന്ദ്രീകരിച്ചാണ് BJPക്കാർ അവിടെ എത്തിയിട്ടുള്ളത്.
200-ലധികം BJP-ക്കാർ റെയിലിന്റെ മുകളിൽ നിന്ന് അവിടെ ഈ സ്ത്രീകളെയും അതുപോലെ പോലീസുകാരോട് 150ഓളം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു, അവരെയും മൃഗീയമായി ആക്രമിച്ചുള്ളൂ. പരിക്കേറ്റിട്ടുള്ള കുറെ സ്ത്രീകൾ, ഇപ്പൊ ഹവാബി എന്ന് പറയുന്ന സ്ത്രീയൊക്കെ മംഗലാപുരത്തെ കൊണ്ടുപോയിട്ടുണ്ട്. അവർ അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യത്തിലാണുള്ളത്. 13ഓളം സ്ത്രീകൾക്കാണ് ഇപ്പൊ കേട്ടിട്ട് പല ഹോസ്പിറ്റലിലായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിലുണ്ട്, അതുപോലെ കാഞ്ഞങ്ങാടുണ്ട്, ജനറൽ ഹോസ്പിറ്റൽ കാസർഗോഡുണ്ട്, നായനാർ ഹോസ്പിറ്റലുണ്ട്. ഈ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഈ സ്ത്രീകളെയാണ്. ഇവിടുന്ന് പുക കൊണ്ടിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ അവർക്ക് ശ്വാസം കഴിക്കാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കി. അതിന്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് ബസ് തല്ലി തകർത്തിട്ടുണ്ട്, ജീപ്പ് തകർത്തിട്ടുണ്ട്. എന്തിനേറെ ഇവിടെ 24 ചാനൽ 24-ന്റെയും അതുപോലെ റിപ്പോർട്ടർ ചാനലിന്റെയും അവിടെ മനോരമ ചാനലിന്റെയും പ്രതിനിധികൾക്ക് പരിക്കേറ്റു ഈ കലാപത്തിൽ. അവരെല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. തുടരുക ശ്രീകാന്ത്, ഇത്രയും ആളുകളെ ആശുപത്രിയിലാക്കുന്ന രീതിയിൽ പുല്ലിൽ മുളക് പൊടിയിട്ട് അവിടെ നിന്നുള്ള ആ ഒരു പുക ശ്വസിച്ചിട്ടാണ് ഇത്രയും ആളുകൾ ആശുപത്രിയിലായതെന്നാണ് എം വി ബാലകൃഷ്ണൻ പറയുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇതിന് പിന്നിലും ആരാണെന്നാണ് താങ്കൾ പറയുന്നത്? യാതൊരു ശ്രീകാന്ത്, ബാലകൃഷ്ണൻ തുടരുക. ശ്രീകാന്തിനോടാണ്. അവിടെ മുളക് പൊടി വിതറിയിട്ട് തീയിട്ട് പോലീസുകാർക്കറിയാം. അവരുടെ മുമ്പിൽ വെച്ചാണ് കല്ലേറുണ്ടായിട്ടുള്ളത്. ഈ BJP-യുടെ ആളുകളാണ് ആ പ്രദേശത്ത് BJP-യുടെ കേന്ദ്രമാണ്. അതെ, നമുക്ക് ശ്രീ ബാലകൃഷ്ണൻ തുടരണം. ശ്രീകാന്തിന് പറയാനുള്ളത് എന്താണ്? കാരണം ഇത്രയും ആളുകൾ ആശുപത്രിയിലായ സ്ഥിതിക്ക് ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് ശ്രീകാന്തിന് തോന്നുന്നത്? ഇവിടെ ഒരു ചേറ്റുകൊണ്ട് മാത്രമല്ല, ഇപ്പൊ കാസർഗോഡ് നഗരത്തിൽ നിന്ന് തൊട്ടടുത്ത പ്രദേശം പ്രസ് ക്ലബ് ജംഗ്ഷൻ, പഴയ പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്ന് വരെ ഈ മതിലിൽ ഒരാളുണ്ടായിരുന്നില്ല. ദൃശ്യങ്ങൾ വ്യക്തമാണ്, എല്ലാവരും കണ്ട ദൃശ്യങ്ങളാണത്. അപ്പൊ ഇതിൽ നിന്ന് ആകെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നത് ചേറ്റുകൊണ്ടിൽ പോലീസ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, പോലീസ് ഉണ്ടായ അവിടെ എങ്ങനെയാണ് BJP-ക്കാർ പോയിട്ട് താങ്കൾ പറഞ്ഞതുപോലെ ആളുകളില്ല എന്നല്ല വ്യക്തമാവുന്നത്. അവിടെ ആളുകളുണ്ട്, അവിടെ സ്ത്രീകൾ നിൽക്കുന്ന കാഴ്ച ആളുകൾക്ക് കാണാവുന്നതാണ്. അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. പുക വന്നതിന് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ടാകാം, സ്ത്രീകൾ പ്രതീക്ഷിച്ച വനിതാ മതിലിൽ സ്ത്രീകൾ ഉൾപ്പെടുന്ന സ്ത്രീകൾ പങ്കെടുക്കുന്ന വനിതാ മതിലിൽ സ്ത്രീകൾ കാസർഗോഡ് സ്ത്രീകൾ എത്തിയില്ല എന്നുള്ളതല്ല, സ്ത്രീകൾ പ്രതീക്ഷിച്ച രീതിയിൽ, സംഘാടകർ പ്രതീക്ഷിച്ച രീതിയിൽ അവിടെ സ്ത്രീകൾ എത്തില്ല. പരാജയമാണ്. പല ഭാഗങ്ങളിലും ആള് നിൽക്കാൻ ആളില്ല, ചില ഭാഗത്ത് മതിൽ തീർക്കാൻ ആളില്ല. 5-10 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ നമ്മുടെ ധാരാളം കാണാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി സ്വന്തം പാർട്ടി പ്രവർത്തകരെ മുളകുപൊടി കത്തിച്ച് ആ പുക ശ്വസിപ്പിച്ച് ആശുപത്രിയിലാക്കുകയാണ് CPM ചെയ്തത് എന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അത്തരമൊരു സാഹചര്യം BJP-ക്കാർക്ക് എങ്ങനെയാണ്? പോലീസ് അവിടെയുണ്ട്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നത് പോലീസ് അവിടെയുണ്ട്. അപ്പൊ ഈ പോലീസിന്റെ സാന്നിധ്യത്തിൽ എങ്ങനെയാണ് BJP-ക്കാർക്ക് തീരാൻ പറ്റുക? അപ്പൊ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് അത് BJP-യുടെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. BJP ഒരു കാരണവശാലും അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുമില്ല, അത് അംഗീകരിക്കുന്ന പ്രശ്നവുമില്ല. അപ്പൊ ഇത് ഏതോ ഒരു ഏതോ ബുദ്ധിക്ക് ഉദിച്ച ഒരു കാര്യം, അത് BJP-യുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ CPM-ഉം ശ്രമിക്കുന്നത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ BJP തയ്യാറല്ല. ഇത് ആളില്ലാത്തതിന്റെ കാരണത്താൽ ഇത്തരത്തിലൊരു അക്രമം നടത്തി എന്നത് അംഗീകരിക്കാൻ എം വി ബാലകൃഷ്ണൻ പറയുന്നത് അനുസരിച്ച് അവരും തയ്യാറല്ല. ശ്രീ എം വി ബാലകൃഷ്ണൻ, അത്തരത്തിൽ നടത്തിയ പ്രവർത്തനം ആളില്ല എന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ദൃശ്യങ്ങളിൽ അടക്കം ആളുകൾ അവിടെയുണ്ട്. പോലീസിന്റെ ഇടപെടലിനെ കുറിച്ചാണ് ശ്രീകാന്ത് സൂചിപ്പിച്ചത്. പോലീസിന് അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങനെ തീ വെച്ചിരുന്നെങ്കിൽ പോലീസിന് തടയായിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. പോലീസിന്റെ സുരക്ഷ എത്രത്തോളം ഉണ്ടായിരുന്നു അവിടെ? ഇവിടെ അദ്ദേഹം പറയുന്ന ആളില്ല എന്ന് പറയുന്നത് അതൊക്കെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞങ്ങൾ ആളുണ്ട് എന്ന് പറയുകയോ അദ്ദേഹം ആളില്ല എന്ന് പറയുന്നതല്ലോ. ചാനലുകാരുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിറഞ്ഞ ആളുകളായിരുന്നു. പിന്നെ 19ഓളം പോലീസുകാർ അവിടെ പല പ്രദേശത്തും നിൽക്കുന്നുണ്ടായിരുന്നു.
ഇവിടെ റെയിലിന്റെ മുകളിലാണ് ഞാൻ പറഞ്ഞു, സമാന്തരമായി റെയിൽവേ ലൈൻ കിടക്കുന്നുണ്ട്. ആ റെയിൽവേ ലൈനിന്റെ മുകളിലാണ് 300-ലധികം BJP-ക്കാർ നിന്നിട്ട് അവിടുന്ന് കല്ല് പറക്കി വരുന്നത്. കരിങ്കല്ലിന്റെ നിങ്ങൾക്കറിയാലോ, റെയിൽവേ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. ആ കല്ല് പറക്കി മുഴുവൻ എറിയുകയാണ്. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും സ്ത്രീകൾക്ക്? ഈ 50ഓളം പോലീസുകാർക്ക് ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ ഞാൻ നിൽക്കുകയാണ്. ജനറൽ ഹോസ്പിറ്റലിൽ പോലീസുകാരന് കല്ലേറ് വെച്ചിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ 5 സഹോദരിമാര് അവിടെ മാരകമായ പരിക്ക് പറ്റിയിട്ട് ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. ഇതെല്ലാം ആര് ചെയ്തു എന്നാണ്? കല്ലേറ് വരികയാണ്. റെയിലിന്റെ മുകളിലാണ് ഇത്. റെയിലിനകത്ത് നിന്ന് ഈ 100 ആളുകൾ കല്ല് പറക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്? സ്ത്രീകളില്ലേ? ബാലകൃഷ്ണൻ, ആളുകൾക്ക് മനസ്സിലാവും ദൃശ്യങ്ങളിൽ നിന്ന് വനിതാ മതിലിനെ തകർക്കാനുള്ള ശ്രമമായിരുന്നോ ഇല്ലെങ്കിൽ ആള് കുറഞ്ഞതുകൊണ്ട് വരുത്തി തീർത്ത കാര്യമാണോ എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. നന്ദി ശ്രീകാന്ത്. MP ബാലകൃഷ്ണൻ പ്രതികരിച്ചതിന്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വിനേഷ് കുമാർ. സമത്വ സന്ദേശവുമായി കേരളത്തിൽ വനിതകളുടെ നെടുങ്കൻ കോട്ട. സർക്കാർ പിന്തുണയോടെ നവോത്ഥാന സംഘടനകൾ സംഘടിപ്പിച്ച വനിതാ മതിൽ പലയിടത്തും ഇരട്ട മതിലായി. തിരുവനന്തപുരം വെള്ളയമ്പലത്ത് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് മതിലിന് തുടക്കമിട്ടപ്പോൾ കാസർഗോഡ് താലൂക്ക് ഓഫീസിന് മുന്നിൽ മന്ത്രി KK ശൈലജയായിരുന്നു മതിലിന്റെ അവസാന കണ്ണി. ദേശീയപാതയുടെ ഒരു വശത്ത് വനിതകളുടെ മതിൽ കോട്ടയായി വളർന്നപ്പോൾ മറുവശത്ത് പുരുഷന്മാർ അനുഭാവ മതിലും തീർത്തു. രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ സ്ത്രീ സംഗമമായി വനിതാ മതിൽ മാറുകയായിരുന്നു. ആള് കൂടിയതോടെ പലയിടത്തും 3ഉം 4ഉം നിരകളായി സ്ത്രീകൾ നിന്നതോടെയാണ് മതിൽ കോട്ടയായി മാറിയത്. 3:30-ക്കാണ് ട്രയൽ തീരുമാനിച്ചിരുന്നതെങ്കിലും 3 മണിയോടെ നഗരകേന്ദ്രങ്ങളിൽ സ്ത്രീകൾ നിറഞ്ഞു. 3:30-ക്ക് ഭൂരിഭാഗം സ്ഥലങ്ങളിലും ട്രയലിൽ തന്നെ മതിൽ പൂർണ്ണമായി. 4 മണിക്ക് സമ്പൂർണ്ണ വനിതാ മതിൽ. കൈകൾ നീട്ടിപ്പിടിച്ച് പ്രതിജ്ഞ. കേരളത്തെ ഭ്രാന്താലയമാക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്ന മുദ്രാവാക്യവുമായി നാം ഇവിടെ അണിചേരുകയാണ്. രാഷ്ട്രീയ സംഘർഷം തുടരുന്ന കാസർഗോഡ് മതിൽ തകർക്കാൻ ശ്രമമുണ്ടായി. സംഘാടനത്തിന്റെയും ആസൂത്രണത്തിന്റെയും കൂടി വിജയമായി മാറുകയായിരുന്നു വനിതാ മതിൽ. ടീം ന്യൂസ് 18. തെക്കൻ കേരളത്തിൽ വൻ മതിലായി വനിതാ മതിൽ. തിരുവനന്തപുരത്ത് ബൃന്ദ കാരാട്ടും കൊല്ലത്ത് മേഴ്സിക്കുട്ടി അമ്മയും നേതൃത്വം നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖർ വനിതാ മതിലിന് പിന്തുണയുമായി എത്തി. ജില്ലാ അതിർത്തിയായ കടമ്പാട്ടുകോണം മുതൽ വെള്ളയമ്പലം വരെ 43.5 കിലോമീറ്ററിൽ ലക്ഷങ്ങൾ അണിനിരന്നു. വെള്ളയമ്പലത്ത് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് വനിതാ മതിലിലെ അവസാന കണ്ണിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ, മന്ത്രിമാർ, മഹിളാ ഫെഡറേഷൻ നേതാവ് ആനി രാജ, പുന്നല ശ്രീകുമാർ തുടങ്ങിയവർ വെള്ളയമ്പലത്തെത്തി. പൊതുസമ്മേളനം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. You have made history by building a wall of resistance against the dark forces that want to push us women back into the dark ages. You have built a wall of resilience, of resolve to take forward the values of social reform which are so critical to women's advance in 21st century. കൊല്ലം ജില്ലയിൽ ഓച്ചിറ മുതൽ 58 കിലോമീറ്റർ ദൂരം പെൺമതിൽ ഉയർന്നു. 3 ലക്ഷത്തിലേറെ പേർ അണിനിരന്നതായി സംഘാടകർ അറിയിച്ചു. ചിന്നക്കടയിൽ മേഴ്സിക്കുട്ടിയമ്മ വനിതാ മതിലിന്റെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. R ബാലകൃഷ്ണപിള്ള അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. നിരീശ്വരവാദികളെ കേറ്റാൻ, ഇത് ക്ഷേത്രത്തെ തകർക്കാൻ എന്നെല്ലാമുള്ള കുപ്രചരണങ്ങളുടെ മുനയൊടിക്കുന്നതാണ് കേരളത്തിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ അണിനിരന്നുകൊണ്ടുള്ള ഈ സ്നേഹമതിൽ. ഏറ്റവും നീളമുള്ള വനിതാ മതിൽ ആലപ്പുഴ ജില്ലയിലായിരുന്നു. അരൂർ മുതൽ ഓച്ചിറ വരെ 103 കിലോമീറ്റർ ദൂരം ലക്ഷക്കണക്കിന് സ്ത്രീകൾ തോൾ ചേർന്നു നിന്ന് പ്രതിരോധ മതിൽ തീർത്തു. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശൻ മതിലിൽ അണിചേർന്നു. ചേർത്തലയിൽ മന്ത്രി P. തിലോത്തമനും ടൗണിൽ മന്ത്രി G. സുധാകരനും വനിതകളെ അഭിവാദ്യം ചെയ്തു. തെക്കൻ കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ വനിതാ മതിൽ വൻമതിലായി മാറി. സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ പങ്കാളിത്തമാണ് പലയിടത്തും ഉണ്ടായത്. ആലപ്പുഴയിൽ നിന്നും MS ഹനീഷ് കുമാറിനും
കൊല്ലത്ത് നിന്ന് ശ്യാം ദേവരാനുമൊപ്പം വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. മധ്യകേരളത്തിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ വനിതാ മതിലിൽ അണിനിരന്നു. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നിന്നുള്ളവർ എറണാകുളം ജില്ലയിലാണ് മതിലൊരുക്കിയത്. ഷൊർണൂർ, കൊളപ്പുള്ളിയിലായിരുന്നു പാലക്കാട് ജില്ലയിലെ തുടക്കം. എറണാകുളം ജില്ലയിൽ അങ്കമാലി, പൊങ്കം മുതൽ ആലപ്പുഴ ജില്ലാ അതിർത്തിയായ അരൂർ വരെയായിരുന്നു വനിതാ മതിൽ. 49 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 3 ലക്ഷം പേർ അണിനിരന്നെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. ഇടപ്പള്ളിയിൽ ചേർന്ന യോഗത്തിൽ പ്രൊഫസർ എം ലീലാവതി അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പിൽ പകുതി സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകാൻ പാർട്ടികൾ തയ്യാറാകണമെന്ന് ഡോക്ടർ എം ലീലാവതി പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം, തെരഞ്ഞെടുപ്പിന്റെ കാര്യം പോട്ടെ, സ്ഥാനാർത്ഥിത്വം ഈ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ സ്ത്രീകൾക്ക് കൊടുക്കുമോ? ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സ്ത്രീ ശക്തി വിജയിക്കട്ടെ. തൃശൂരിൽ ചെറുതുരുത്തി മുതൽ കറുകുറ്റി, പാങ്ങം വരെ 73 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു വനിതാ മതിൽ. സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ KPAC ലളിത, മാല പാർവതി, സൊലേസ് സ്ഥാപക ഷീബ അമീർ, പാർവതി പവനൻ തുടങ്ങി നിരവധി പ്രമുഖർ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ വനിതാ മതിലിൽ പങ്കെടുത്തു. ഇതൊരു വലിയ ഒരു മുന്നേറ്റം മാത്രമല്ല, ഒരു കൂട്ടായ്മ, സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, അത് ഉണ്ടാവും തീർച്ചയായിട്ടും. പാലക്കാട് ജില്ലയിലെ പ്രവർത്തകർ കൊളപ്പുള്ളി മുതൽ ചെറുതുരുത്തി വരെയാണ് അണിനിരന്നത്. പുലാമന്തോൾ, പട്ടാമ്പി, കുളപ്പുള്ളി, ചെറുതുരുത്തി എന്നിവിടങ്ങളിലായി 30 കിലോമീറ്ററിലേറെ ദൂരത്തിൽ 3.5 ലക്ഷം പേർ പങ്കെടുത്തതായി സംഘാടകർ അവകാശപ്പെട്ടു. സുഭാഷിണി അലി, പ്രൊഫസർ ലീലാവതി ടീച്ചർ, അരുണ റോയ് തുടങ്ങി നിരവധി പ്രമുഖരാണ് എറണാകുളത്ത് നടന്ന വനിതാ മതിലിന് പിന്തുണയുമായി എത്തിയത്. ജാതിക്കോ മതത്തിനോ മറ്റു വർഗീയതയ്ക്കോ ഇവിടെ പ്രാധാന്യമില്ല. സ്ത്രീ ശാക്തീകരണവും തുല്യതയുമാണ് വനിതാ മതിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. തൃശൂർ നിന്ന് സുവി വിശ്വനാഥിനും പാലക്കാട്ട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിക്കുമൊപ്പം കൊച്ചിയിൽ നിന്ന് വിനീത VG, ന്യൂസ് 18. വടക്കൻ കേരളത്തിൽ ചരിത്രമെഴുതി വനിതാ മതിൽ. കാസർഗോഡ് നിന്ന് മന്ത്രി KK ശൈലജ ആദ്യ കണ്ണിയായി ചേർന്ന മതിലിൽ പലയിടങ്ങളിലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ ഒഴുകിയെത്തി. മലപ്പുറത്ത് മുസ്ലിം ലീഗ് വനിതാ നേതാക്കൾ പാർട്ടി വിലക്ക് ലംഘിച്ച് വനിതാ മതിലിൽ പങ്കുചേർന്നു. വടക്കൻ കേരളത്തിൽ വനിതാ മതിലിൽ അണിചേരാൻ ലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത്. കാസർഗോഡ് മന്ത്രി KK ശൈലജ മതിലിൽ ആദ്യ കണ്ണിയായി. കണ്ണൂർ ജില്ലയിൽ മാഹി, പൂഴിത്തല വരെ 82 കിലോമീറ്റർ നീണ്ട മതിലിലെ അംഗങ്ങൾക്ക് PK ശ്രീമതി MP പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കണ്ണൂർ മേയർ EP ലത, നിലമ്പൂർ ആയിഷ, ഫെൻസിംഗ് താരം ഋഷ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിൽ വടകര അഴിയൂരിൽ നിന്ന് തുടങ്ങിയ വനിതാ മതിലിൽ 3 ലക്ഷത്തോളം പേർ പങ്കെടുത്തു. മുതലക്കുളത്ത് എഴുത്തുകാരികളായ P വത്സല, KP സുധീര, ഖദീജ മുംതാസ്, BM സുഹ്റ, വനിതാ പ്രവർത്തകരായ K അജിത, VP സുഹ്റ, ദീദി ദാമോദരൻ പങ്കെടുത്തു. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടി റിമ കല്ലിങ്കിലുമെത്തി. ഡെഫിനറ്റ്ലി അതും കൂടി ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടി മുതൽ പാലക്കാട് അതിർത്തിയായ പുലാമന്തോൾ വരെ 55 കിലോമീറ്റർ ദൂരത്തിൽ വനിതാ മതിൽ തീർത്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ സെക്രട്ടറി മറിയം ധവള മുഖ്യാതിഥിയായിരുന്നു. മന്ത്രി KT ജലീലിന്റെ ഭാര്യ ഫാത്തിമക്കുട്ടി മലപ്പുറത്ത് മതിലിന്റെ ഭാഗമായി. വനിതാ മതിലിൽ പങ്കെടുക്കരുതെന്ന് ആഹ്വാനം ചെയ്ത സമസ്ത EK വിഭാഗത്തിനെതിരെ മന്ത്രി KT ജലീൽ രംഗത്തെത്തി. മുന്നോട്ട് നടക്കാൻ സമൂഹത്തെ, വിശിഷ്യ സ്ത്രീകളെ പ്രേരിപ്പിക്കുക. പിന്നോട്ടൊരിക്കലും ഞങ്ങൾ നടക്കില്ലെന്ന് പ്രതിജ്ഞയെടുക്കുക. എല്ലാ നവോത്ഥാന പരിഷ്കരണ സംരംഭങ്ങളിലും അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് നമ്മളുടെ സഹോദരിമാരായിരുന്നു. മുസ്ലിം ലീഗ് വളാഞ്ചേരി നഗരസഭ മുൻ ചെയർപേഴ്സൺ ഷാഹിന മുണ്ടശ്ശേരി മലപ്പുറത്തും പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിഥുന ഐക്കരപ്പടിയിലും പാർട്ടി വിലക്ക് ലംഘിച്ച് മതിലിന്റെ ഭാഗമായി. സുപ്രീംകോടതി വിധിക്കെതിരെ കേരളത്തിലുണ്ടായ പ്രതിലോമ നിലപാടുകൾക്കെതിരെയുള്ള സ്ത്രീ മുന്നേറ്റമായി മാറി വനിതാ മതിലെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് P സതീദേവി പറഞ്ഞു. സമൂഹത്തിന്റെ ചിന്താഗതിയിൽ തന്നെ മാറ്റമുണ്ടാക്കിയെടുക്കാൻ അവിടെ കാട്ടുന്നത് ഈ വൃത്തികേടുകൾ, ഇത് നമുക്ക് അനുവദിക്കാൻ പാടില്ല എന്ന് പൊതുസമൂഹമാകെ തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറും. അനുമോദിനും മനോഭരത്തിനും വിനേഷ് കുമാറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരത്ത് നിന്ന് VV അരുണും കൊച്ചിയിൽ നിന്ന് CN പ്രകാശും കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്തും ചേരുന്നുണ്ട്. അരുണിലേക്ക്. അരുൺ, എത്രത്തോളം വിജയമായിരുന്നു തെക്കൻ കേരളത്തിൽ വനിതാ മതിൽ? തിരുവനന്തപുരത്തും മറ്റ് സ്ഥലങ്ങളിലും ഏതൊക്കെ പ്രമുഖരാണ് പ്രധാനമായും മതിലിൽ പങ്കെടുത്തത്? ധന്യ, വനിതാ മതിൽ വലിയ വിജയമെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. പലയിടത്തും സംഘാടകർ പ്രതീക്ഷയിലധികം പങ്കാളിത്തമുണ്ടായെന്നും നേതൃത്വം വിലയിരുത്തുന്നു. തിരുവനന്തപുരത്ത് പ്രധാനമായും പ്രധാന വേദിയായിരുന്നത് വനിതാ മതിലിൻ്റെ അവസാന ഭാഗമായ വെള്ളയമ്പലം അയ്യങ്കാളി സ്ക്വയറിലായിരുന്നു. ഇവിടെ വനിതാ മതിലിന് നേതൃത്വം നൽകിയത് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടായിരുന്നു. അവരായിരുന്നു വനിതാ മതിലിൻ്റെ അവസാന കണ്ണിയും. കാസർഗോഡ് KK ശൈലജ തുടക്കം കുറിച്ച വനിതാ മതിൽ അവസാന കണ്ണിയായി ചേർന്നത് ബൃന്ദ കാരാട്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ മന്ത്രിമാരായ
EP ജയരാജൻ, തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ, CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടറിമാർ, മഹിളാ ഫെഡറേഷൻ നേതാവ് ആനി രാജ, മുതിർന്ന CPI നേതാവ് VS അച്യുതാനന്ദൻ തുടങ്ങി പ്രമുഖരുടെ വലിയൊരു നിര തിരുവനന്തപുരത്ത് വനിതാ മതിൽ അണിചേർന്നു. ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും വലിയ തോതിൽ ഒരു ജനക്കൂട്ടമുണ്ടായിരുന്നു. ഒരിടത്തും അണമുറിയാതെ അല്ലെങ്കിൽ വിള്ളലുണ്ടാകാതെ മതിൽ പോയെന്ന വിലയിരുത്തലാണ് പ്രാഥമികമായി നേതൃത്വം നൽകുന്നത്. അത്തരമൊരു വിലയിരുത്തൽ തന്നെയാണ് അവർക്ക് ഉള്ളതും. ഇപ്പോൾ ഗിന്നസ് ലോക റെക്കോർഡിൽ ഈ വനിതാ മതിൽ ഇടം നേടുമെന്ന സൂചനകളും പുറത്തു വരുന്നു. ഗിന്നസ് റെക്കോർഡ് അധികൃതർ ഇപ്പോൾ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തുകയാണ്. ഇത്തരത്തിൽ തെക്കൻ ജില്ലകളിൽ പൊതുവെ വലിയ വിജയമായിരുന്നു വനിതാ മതിൽ എന്നാണ് വിലയിരുത്തൽ. കൊല്ലത്തും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയാണ് വനിതാ മതിലിന്റെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. R ബാലകൃഷ്ണപിള്ള അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുകയും ചെയ്തു. ആലപ്പുഴ ജില്ലയിലും സംസ്ഥാനത്ത് ഏറ്റവും അധികം ദൂരം വനിതാ മതിൽ നിർമ്മിച്ച ജില്ല ആലപ്പുഴയാണ്. അവിടെയും വലിയ ജനപങ്കാളിത്തം തന്നെ ഉണ്ടായി. വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീതി നടേശനും അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. മന്ത്രിമാരായ P തിലോത്തമനും അതുപോലെ G സുധാകരനും അവിടെ മന്ത്രിമാർ നിലയിൽ നേതൃത്വം നൽകുകയും ചെയ്തു. തെക്കൻ കേരളത്തിൽ പൊതുവെ വനിതാ മതിൽ വലിയ വിജയമായി എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സംഘാടകർ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ആദ്യഘട്ടം മുതൽ വനിതാ മതിലുമായി സഹകരിക്കുമെന്ന് അറിയിച്ച 174 സംഘടനകൾക്ക് പുറത്തുനിന്നുള്ളവർ പോലും വലിയ തോതിൽ വനിതാ മതിലിന്റെ ഭാഗമായി. കുട്ടികളുടെ വലിയൊരു പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. കാരണം ഹൈക്കോടതി ഉത്തരവ് കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതെന്നായിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് കുട്ടികളുടെ പോലും വലിയ പങ്കാളിത്തം ഈ വനിതാ മതിലുണ്ടായി. വലിയ വിജയമായി തന്നെ ഇത് വിലയിരുത്തപ്പെടുന്നു. ശരി, കൊച്ചിയിൽ CN പ്രകാശ് ഉണ്ട്. പ്രകാശ്, എത്രത്തോളം ജനപങ്കാളിത്തമായിരുന്നു മധ്യ കേരളത്തിൽ നോക്കുമ്പോൾ? തീർച്ചയായും ധന്യ, ഒരു വർഗീയ മതിലാണ് സർക്കാർ സൃഷ്ടിക്കപ്പെടുന്നത്. അതിൽ കുടുംബശ്രീയെയും തൊഴിലുറപ്പ് ജീവനക്കാരെയും സർക്കാർ ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു വർഗീയ മതിൽ തീർക്കാനാണ് സർക്കാരും CPM-ഉം ഇടതുപക്ഷവും ശ്രമിക്കുന്നത് എന്ന വിമർശനം UDF-ന്റെയും ഒപ്പം തന്നെ BJP-യുടെയും ഭാഗത്തുനിന്ന് ഈ വനിതാ മതിലിനെതിരായി NSS-ന്റെ ഭാഗത്തുനിന്നും കടുത്ത പ്രതിഷേധം നിലനിൽക്കുകയാണ്. ഒരു വെല്ലുവിളി എന്ന നിലയിൽ തന്നെയായിരുന്നു സർക്കാരും വിശേഷിച്ച് ഇടതുമുന്നണിയും CPM-ഉം ഈ വനിതാ മതിൽ സംഘടിപ്പിച്ചത്. അതിന്റെ സംഘാടനം കൊണ്ടും അതിന്റെ പങ്കാളിത്തം കൊണ്ടും വനിതാ മതിൽ വലിയ ഒരു വിജയമായിരുന്നു എന്ന് വേണം പറയാൻ. ഒരു വനിതാ കോട്ട തന്നെ തീർക്കാൻ പാതയോരത്ത് വനിതാ കോട്ട തന്നെ തീർക്കാൻ സർക്കാരിനായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾക്ക് വനിതകളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നതും സംഘാടകരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയ്ക്ക് വിജയത്തിന് അവകാശം നൽകുന്നതാണ്. എറണാകുളം ജില്ലയിൽ ഏതാണ്ട് 3 ലക്ഷത്തിലധികം വനിതകൾ ഈ വനിതാ മതിലിന്റെ ഭാഗമായി എന്നാണ് സംഘാടകർ തന്നെ അവകാശപ്പെടുന്നത്. നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണവും ഒപ്പം തന്നെ സ്ത്രീ സമത്വം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് വനിതാ മതിൽ സംഘടിപ്പിച്ച് എറണാകുളത്ത് യാക്കോബ സഭയിലെ പ്രതിനിധീകരിക്കുന്ന കന്യാസ്ത്രീകളുടെ അടക്കം സാന്നിധ്യം ഈ വനിതാ മതിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഒപ്പം ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ അടക്കം ഉള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഡോക്ടർ M ലീലാവതിയാണ് പ്രധാനമായും വേദിയിൽ അധ്യക്ഷത വഹിച്ചത്. സുഭാഷിണി അലി, അരുണ റോയി അടക്കമുള്ളവരുടെ സാന്നിധ്യം, ദേശീയ തലത്തിൽ തന്നെ ഉള്ള നേതാക്കളുടെ സാന്നിധ്യം അടക്കം ശ്രദ്ധിക്കപ്പെട്ടു. സ്വാമി അഗ്നിവേശ് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിരുന്നു. മന്ത്രിമാരായിട്ടുള്ള MM മണിയും AC മൊയ്തീനുമാണ് എറണാകുളം ജില്ലയിലെ പൊതുയോഗങ്ങളിൽ സംസാരിച്ചത്. ഒപ്പം MK സാനു മാസ്റ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഈ വനിതകൾക്ക് അഭിവാദ്യം അർപ്പിക്കാൻ പാതയോരത്തെ എതിർ സൈഡിൽ പുരുഷ മതിലും സമാന്തരമായി തീർക്കുന്ന കാഴ്ച പ്രകാശ് പറഞ്ഞതുപോലെ മധ്യ കേരളത്തിലും വനിതാ മതിൽ ഉയർന്നു. കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്തുണ്ട്. അശ്വിൻ, സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ വലിയ 10 മടങ്ങ് വലിയ മതിലായിരുന്നു മലബാറിൽ, അതായത് വടക്കൻ കേരളത്തിൽ ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണോ? ധന്യ, മലബാറിൽ എല്ലായിടത്തും പങ്കാളിത്തം കൊണ്ട് സംഘാടകരെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു വനിതാ മതിലിലെ പങ്കാളിത്തം. പലയിടങ്ങളിലും നഗരങ്ങളിലെല്ലാം തന്നെ പലയിടങ്ങളിലും 3ഉം 4ഉം വരികളിലായി സ്ത്രീകൾ അണിനിരക്കേണ്ടി വന്നു. ഇത്തരത്തിൽ അത്രയും അധികം സ്ത്രീകൾ പങ്കാളിത്തത്തിലേക്കെത്തി. നമുക്കറിയാം, വനിതാ മതിലിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ വനിതാ മതിലുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വളരെയധികം കത്തിപ്പടർന്നിരുന്നു. ഇത്തരത്തിൽ വിവാദങ്ങളെയൊക്കെ വകവയ്ക്കാതെ തന്നെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷം വിദ്യാലയങ്ങൾക്ക് അവധി കൊടുത്തതും ഇതിൻ്റെ ഏറ്റവും
അവസാനത്തെ വിവാദമായി നിൽക്കുന്നു. ഇങ്ങനെ സർക്കാർ വിദ്യാലയങ്ങൾക്ക് അവധി കൊടുക്കുന്നതിനെതിരെ ഇന്ന് രാവിലെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴും വലിയൊരു പങ്കാളിത്തമാണ് ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ മന്ത്രി കെ ശൈലജ മതിലിന്റെ ആദ്യ കണ്ണിയായപ്പോൾ ഏതാണ്ട് ഇങ്ങ് മലപ്പുറം വരെ എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ മലബാറിലെ എല്ലായിടങ്ങളിലും തന്നെ വലിയ പങ്കാളിത്തം തന്നെ ഉണ്ടായി. അംഗനവാടി വർക്കർമാർ, അതേപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങൾ, ഇങ്ങനെ ഈ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ, സ്ത്രീകൾ ഇവിടെ എല്ലാം എത്തി. ഇതിന് ഏറ്റവും പ്രത്യേകതയായി പറയേണ്ടത് വനിതാ മതിലിന് അഭിമുഖമായി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പുരുഷന്മാരുടെ ഒരു മതിലും ഉണ്ടായിരുന്നു. നഗരകേന്ദ്രങ്ങളിലെല്ലാം തന്നെ സാംസ്കാരിക പ്രവർത്തകരുടെയൊക്കെ അഭിവാദ്യ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളിലെല്ലാം കോഴിക്കോട് മുതലക്കുളത്തായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാന കേന്ദ്രം. ദേശീയപാതയോരത്ത് വൻ മതിൽ തീർത്തിരിക്കുകയാണ് സ്ത്രീകൾ. കോഴിക്കോട് നിന്ന് അശ്വിനും തിരുവനന്തപുരത്ത് നിന്ന് വി അരുണും കൊച്ചിയിൽ നിന്ന് CN പ്രകാശുമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം. വാർത്തകളിലേക്ക് NSSനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെയും രൂക്ഷമായി വിമർശിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പത്മകുമാർ ചിലരുടെ ഇഷ്ടത്തിന് തുള്ളാൻ ശ്രമിക്കുകയാണ്. വനിതാ മതിൽ കണ്ട് ചങ്ങനാശ്ശേരി തമ്പുരാന് വിരളി പിടിച്ചിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയിൽ പറഞ്ഞു. എന്തിന് ഇടതുപക്ഷം വെച്ചിരിക്കുന്ന ഇവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഒരു ഇന്റർനാഷണൽ ഫ്രോഡാണ്. അയാളുടെ ഡ്രൈവറെ പോലും ഈഴവനായിരുന്നു മാറ്റി. നമ്മുടെ ഈ കൂട്ടായ്മ കണ്ടുകൊണ്ട് പലപ്പോഴും ഇപ്പൊ ചങ്ങനാശ്ശേരി തമ്പുരാൻ ആകെ വിറന്ന് വിറയ്ക്കും. ഇങ്ങനെയുള്ള വിറവലും ഈ രാജ്യത്ത് ഇനിയും ഉണ്ടാവും. ഇനി പലതും പറയും. ഈ രാജ്യത്ത് ഇനിയും പലതും സംഭവിക്കും. വനിതാ മതിലിലൂടെ സംസ്ഥാനത്ത് ശക്തമായ മുന്നേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് CK ജാനു പറഞ്ഞു. സ്ത്രീകളെ ഇനിയും അവഗണിച്ച് സമൂഹത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ജാനു പാലക്കാട് പറഞ്ഞു. വരും കാലങ്ങൾ കേരളത്തിൽ എന്താവണമെന്ന് കൃത്യമായിട്ട് നിർണയിക്കുന്ന തലങ്ങളിലേക്ക് ഈ വനിതാ മതിൽ വികസിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഈ വനിതാ മതിലിൻ്റെ വരുന്ന നാളുകളിലേക്കുള്ള ഇതിൻ്റെ സംരംഭങ്ങൾ കേരളത്തിൽ അതിൻ്റെ ചലനം ഉണ്ടാകുന്നത് ചെറുതായിരിക്കില്ല, വളരെ വലുതായിരിക്കും. ശരിക്കും ഇതിൻ്റെ ഒരു ചലനം നമുക്കുണ്ടാക്കുക. എടുക്കാച്ചരക്കെന്നും വർഗീയ മതിലെന്നും ആക്ഷേപിച്ചവർക്കുള്ള മറുപടിയാണ് വനിതാ മതിലിന്റെ വിജയമെന്ന് KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പറഞ്ഞു. ശബരി പ്രശ്നത്തിനൊപ്പം സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ജീർണതയ്ക്കും ആൾക്കൂട്ട വിചാരണകൾക്കും സദാചാരത്തിന്റെ പേരിലുള്ള ആക്രമണങ്ങൾക്കും എതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് മതിലെന്നും ശ്രീകുമാർ പറഞ്ഞു. ഈ നാട് അപകടത്തിൽപ്പെട്ട ഒരു ഘട്ടത്തിൽ പൂർവ്വകാലത്തെ ഒരു പോരാട്ടത്തെ പുനഃസൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ അത് പുനഃസൃഷ്ടിക്കുമ്പോൾ നവോത്ഥാന പാരമ്പര്യമുള്ള പ്രസ്ഥാനങ്ങൾ വന്നു. പക്ഷേ അണിനിരുന്നവരെ എടുക്കാച്ചരക്കുകൾ എന്ന് ആക്ഷേപിച്ചു. വർഗീയ മതിലെന്ന് മുദ്രകുത്തി. പങ്കെടുക്കാത്തവർക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരാമർശങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ക്യാമ്പയിൻ കേരളത്തിൽ ഇന്ന് സാർവത്രികമായിക്കൊണ്ടിരിക്കുന്ന ജീർണതകളെ എല്ലാം തന്നെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആൾക്കൂട്ട വിചാരണ, ദുരഭിമാനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, സദാചാരത്തിൻ്റെ പേരിലുള്ള അതിക്രമങ്ങൾ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമെതിരെ ഉയർന്നു വരുന്ന വെല്ലുവിളികൾ, ഇതിനെയെല്ലാം ഈ ക്യാമ്പയിൻ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിലൊന്നു മാത്രമാണ് ശബരിമല. വനിതാ മതിൽ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന വിഘടന മതിലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സാമുദായിക ധ്രുവീകരണത്തിനാണ് CPM ശ്രമമെന്നും ചെന്നിത്തല കൊല്ലത്ത് പ്രതികരിച്ചു. ഇത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടല്ല മതിൽ നിർമ്മിക്കേണ്ടത്. ഇത് ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു വിഘടന മതിലായി തന്നെ മാറിക്കഴിഞ്ഞു. അതിനെതിരായി കേരള സമൂഹം ഒറ്റക്കെട്ടായി അണിനിരക്കും എന്നുള്ള കാര്യത്തിന് സംശയം. ഇത് നവോത്ഥാന മൂല്യങ്ങളെ സംരക്ഷിക്കാനല്ല, ഇതിനെതിരായുള്ള വെല്ലുവിളിയാണ്. കേരളത്തെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് നയിക്കാൻ സാമുദായിക ധ്രുവീകരണത്തിന് വേണ്ടി CPM ശ്രമിക്കുക. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഭിന്ന അഭിപ്രായവുമായി വനിതാ മതിലിൽ പങ്കെടുത്തവർ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് തറപ്പിച്ചു പറയുമ്പോൾ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു യുവതിയും ശബരിമലയിൽ പോകില്ലെന്ന് പറഞ്ഞവരുമുണ്ട്. സഭാതർക്കം നിലനിൽക്കുന്ന പള്ളികളിലെ യാക്കോബായ വിശ്വാസികളും വനിതാ മതിലിന്റെ ഭാഗമായി. നവോത്ഥാന മൂല്യങ്ങൾ പുറകോട്ട് പോകാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വനിതകളും ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്. അപ്പൊ അത് പുറകോട്ട് പോകാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. നവോത്ഥാന പ്രസ്ഥാനം ഉഴുതുലക്കിയ കേരളത്തിന്റെ മണ്ണില് ജാതി മത വർഗീയ ശക്തികൾ ആധിപത്യം ഉറപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത്തരം ഫാസിസ്റ്റുകൾക്കെതിരെ പോരാടുന്നതിനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. വനിതാ മതിലിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം എന്തിനു വന്നു എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പലർക്കും ഭിന്നാഭിപ്രായം. ശബരിമലയ്ക്ക് പോകാൻ ചില ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ച് ഞാൻ പോവുക, അതാണ്. അതല്ലാതെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കേണ്ട ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നേ. നവോത്ഥാനം വേറെ, വിശ്വാസം വേറെ.
യാക്കോബായ ഓർത്തഡോക്സ് തർക്കം നിലനിൽക്കുന്ന പിറവം യാക്കോബായ പള്ളിയിൽ നിന്ന് പുരോഹിതരുടെ നേതൃത്വത്തിൽ നിരവധി സ്ത്രീകൾ വനിതാ മതിലിൽ പങ്കെടുക്കാനെത്തി. കേരള ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നിലപാടിനോട്, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളോട്, ക്രൈസ്തവ വിഭാഗങ്ങളോട് ഇപ്പോഴത്തെ ഗവൺമെന്റ് കാണിക്കുന്നതായ അനുകൂലമായ ആ എല്ലാ കാര്യങ്ങളിലും അവർ പ്രതിബദ്ധത കൊണ്ടാണ് ജനങ്ങളെല്ലാം ഒന്നടങ്കം ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കോതമംഗലം പള്ളിയിലെ യാക്കോബായ സഭാ വിശ്വാസികളും വനിതാ മതിലിന്റെ ഭാഗമായി. എൻ ശ്രീനാഥ്, ന്യൂസ് 18 കൊച്ചി. വനിതാ മതിൽ പൊളിഞ്ഞുവെന്ന് BJPയും കോൺഗ്രസും. ഖജനാവിലെ പണം ചെലവഴിച്ച് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തും CPM സംഘടിപ്പിച്ച വനിതാ മതിൽ വമ്പിച്ച പരാജയമായിരുന്നെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ആരോപിച്ചു. പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ ഒരു ചലനവും സൃഷ്ടിച്ചില്ലെന്നും ശ്രീധരൻപിള്ള അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്തിയ മതിൽ വർഗീയ മതിലാണെന്ന് ഊട്ടിയുറപ്പിച്ചുവെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചു. ബന്ദ് സമാനമായ സാഹചര്യം സൃഷ്ടിച്ചാണ് മതിൽ കെട്ടിയതെന്നും ശിവഗിരി തീർത്ഥാടനത്തെ അലങ്കോലപ്പെടുത്തുകയും ചെയ്തെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. വനിതാ മതിലിന്റെ പേരിൽ കോഴിക്കോട് സർക്കാർ വിദ്യാലയങ്ങൾക്ക് അവധി നൽകിയതിൽ പ്രതിഷേധിച്ച് DDE ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. പ്രവർത്തകർ ഓഫീസ് ബോർഡിൽ ചെരുപ്പുമാല തൂക്കി. DDEക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് T സിദ്ദീഖ് അറിയിച്ചു. വനിതാ മതിലിനെ തുടർന്ന് ഗതാഗത പ്രശ്നമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് ജില്ലയിലെ സർക്കാർ സ്കൂളുകൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം DDE സുരേഷ് കുമാർ അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസും KSUവും പ്രതിഷേധിച്ചത്. DDE ഓഫീസ് കോമ്പൗണ്ടിലേക്ക് കയറിയ DCC പ്രസിഡന്റ് T സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം DDE ഓഫീസിലില്ലാത്തതിനെ തുടർന്ന് ഓഫീസ് പടിക്കൽ കുത്തിയിരുന്നു. DDE ഓഫീസ് ബോർഡിൽ KSU പ്രസിഡന്റ് K അഭിജിത്തിന്റെ നേതൃത്വത്തിൽ ചെരുപ്പുമാല അണിയിച്ചു. DDEക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് T സിദ്ദീഖ് പറഞ്ഞു. നിയമപരമായ കൂടിയാലോചനകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. നാളെ തന്നെ ഞങ്ങൾ കോടതിയിലേക്ക് പോകുന്നു. സംഘടിതമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് കോൺഗ്രസും പോഷക സംഘടനകളും നേതൃത്വം കൊടുക്കും. ഇന്ന് പൂർണ്ണ അവധിയായിരിക്കുമെന്നായിരുന്നു DDEയുടെ ആദ്യ ഉത്തരവ്. പ്രതിഷേധമുയർന്നതോടെ അവധി ഉച്ചയ്ക്ക് ശേഷമാക്കി ചുരുക്കുകയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ശബരിമല വിധിയിൽ കൂടുതൽ ചർച്ച വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുത്തലാഖും ശബരിമലയും വ്യത്യസ്ത വിഷയങ്ങളാണ്. ശബരിമലയിലേത് ക്ഷേത്രാചാരമാണെന്നും ഇന്ദു മൽഹോത്രയുടെ ന്യൂനപക്ഷ വിധിയിലെ നിരീക്ഷണങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. भारत इस मत का है और भारत स्वभाव से इस मत का है कि सभी को समान हक मिलना चाहिए. हिंदुस्तान में कुछ मंदिर ऐसे भी हैं जिसके मंदिर की अपनी मान्यता है, एक छोटे से दायरे में, कि भाई यहाँ पुरुष नहीं जा सकते और पुरुष नहीं जाते हैं. कुछ मंदिर हैं जहाँ ये है. तो इसमें सुप्रीम कोर्ट की जो महिला जज का जजमेंट है उसको बारीकी से पढ़ने की जरूरत है. इसको किसी राजनीतिक दल को एट्रीब्यूट करने की आवश्यकता नहीं है. उन्होंने एक महिला के नाते भी समस्या को देख करके उसके सुझाव दिए हैं. कभी न कभी उस पर भी चर्चा होनी चाहिए. അയോധ്യ പ്രശ്നത്തിൽ ഭരണഘടനയുടെ അതിരുകൾക്കുള്ളിൽ നിന്നാണ് പരിഹാരമുണ്ടാകേണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ശബരിമല വിധിയിലും മുത്തലാഖ് വിഷയത്തിലും പ്രധാനമന്ത്രിയുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, പുതുവർഷ ദിനത്തിൽ ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാടുകൾ വ്യക്തമാക്കിയത്. അതിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട പ്രതികരണം ഇപ്രകാരമായിരുന്നു. ശബരിമല എന്നത് ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ വിധി പ്രസ്താവം നടത്തിയെങ്കിലും വനിതാ ജഡ്ജി നടത്തിയ വിധി പ്രസ്താവത്തിലെ വസ്തുതകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്ത് നിരവധി ക്ഷേത്രങ്ങളുണ്ട്. ഓരോ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ ആചാരങ്ങളാണ് നിലനിൽക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർക്ക് മാത്രമാണ് പ്രവേശനമെങ്കിൽ മറ്റു ചില ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനം. ഈ നിലയിലാണ് ആചാരങ്ങൾ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുത്തലാഖും ശബരിമലയും രണ്ടു വിഷയമാണ് എന്നും അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. മുത്തലാഖ് ലിംഗനീതിയുടെ നിഷേധമാണ് എന്നും സ്ത്രീകളുടെ അവകാശങ്ങളുടെ ലംഘനമാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മുസ്ലിം രാജ്യങ്ങളിൽ പോലും മുത്തലാഖ് നിരോധിക്കപ്പെട്ടതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് വർഷത്തിന്റെ ആദ്യ ദിനത്തിൽ നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയ മറ്റൊരു കാര്യം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉടൻ സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിക്കില്ല എന്നുള്ളതാണ്.
വിധി പ്രസ്താവം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ വിധി പ്രസ്താവം ഉണ്ടായതിനു ശേഷം മാത്രമേ ഓർഡിനൻസിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ. വിധി പ്രസ്താവം വൈകാൻ കാരണം കോൺഗ്രസിന്റെ അഭിഭാഷകരാണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. മറ്റു വിഷയങ്ങളിൽ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ആലോചിച്ച് എടുത്ത തീരുമാനമായിരുന്നു. അത് ഒരു തമാശയായിരുന്നില്ല. കള്ളപ്പണം തടയുന്നതിനുള്ള ഏറ്റവും ഉചിതമായ നടപടിയായിരുന്നു നോട്ട് നിരോധനം. പാകിസ്ഥാനിൽ നടത്തിയ മിന്നലാക്രമണം ഏറെ വെല്ലുവിളി നിറഞ്ഞ തീരുമാനമായിരുന്നു. എന്നാൽ ഇന്ത്യൻ സൈനികരുടെ ജീവനും സുരക്ഷയ്ക്കുമാണ് ആ ആക്രമണത്തിലും പരിഗണന നൽകിയത്. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം ആക്രമണ തീയതി മാറ്റിവെച്ചതായി അദ്ദേഹം പറഞ്ഞു. മറ്റൊരു വിവാദ വിഷയമായിരുന്നു RBIയുടെ മുൻ ഗവർണർ ഊർജിത് പട്ടേലിന്റെ രാജി. കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഊർജിത് പട്ടേലിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നും വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഊർജിത് പട്ടേൽ രാജിവെച്ചത് എന്നും രാജിക്കാര്യം 7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അറിയിച്ചിരുന്നതാണ് എന്നും സുദീർഘമായ അഭിമുഖത്തിൽ ഏകദേശം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ശരി അഭിലാഷ്, ശബരിമല വിധിയിൽ കൂടുതൽ ചർച്ച വേണമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മുത്തലാഖും ശബരിമലയും വ്യത്യസ്ത വിഷയങ്ങളാണെന്നും പ്രധാനമന്ത്രി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ശരണവഴി മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഇന്നും വൻ തിരക്ക്. വൈകിട്ട് 5:30 വരെ 75,306 പേർ അയ്യപ്പ ദർശനം നടത്തി. വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. സന്നിധാനത്ത് നിന്ന് അനു VS ചേരുന്നുണ്ട്. അനു, എത്രത്തോളം തിരക്കാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും തന്നെ ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ഭക്തജന തിരക്ക് തുടരുക തന്നെയാണ്. ഇപ്പോഴും തീർത്ഥാടകർ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്കിപ്പോൾ കാണാം. ഈ 18ാം പടി കടന്നെത്തുന്ന അയ്യപ്പ ഭക്തന്മാർ ഇപ്പോൾ അയ്യപ്പ ദർശനം നടത്തിയ ശേഷം സന്നിധാനത്തിന്റെ മറ്റൊരു വശത്തേക്ക് ഇപ്പോൾ ഇറങ്ങുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ പുഷ്പാഭിഷേകം നടന്നത്. അയ്യപ്പന്റെ പ്രധാന വഴിപാടുകളിലൊന്നായ പുഷ്പാഭിഷേകം 7 മണിക്ക് ആരംഭിച്ചു. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പുഷ്പാഭിഷേകം അവസാനിച്ചു. ഇന്ന് രാത്രി 11 മണിയോട് 10:55 ഹരിവരാസനം പാടി 11 മണിയോടുകൂടി നടയടയ്ക്കും. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം എത്തിയ അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് തങ്ങും. നാളെ രാവിലെ 3 മണിക്ക് നട തുറക്കുകയും 3:15 മുതൽ നെയ്യഭിഷേകം ആരംഭിക്കുകയും ചെയ്യും. ഈ നെയ്യഭിഷേകം നടത്തിയതിനു ശേഷമായിരിക്കും അയ്യപ്പ ഭക്തർ മലയിറങ്ങുക. ഇപ്പോൾ ഏതായാലും ശബരിമലയിലേക്ക് വലിയൊരു ഭക്തജന തിരക്കുണ്ടാവുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. മണ്ഡലവിളക്ക് കാലത്തെ ആദ്യ ദിവസങ്ങളിൽ ശബരിമലയിലേക്ക് ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് വളരെ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ മകരവിളക്ക് കാലത്തിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ വലിയൊരു ഭക്തജന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ തിരക്ക് തുടരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡും സർക്കാരും ഉള്ളത്. അത് മാത്രമല്ല ശബരിമലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശരിയാണു. എന്തായാലും സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അനു VS ആണ് വിവരങ്ങൾ നൽകിയത്. അകക്കണ്ണിന്റെ കാഴ്ചയുമായി ശബരീഷിനെ കാണാൻ രവി എത്തി. പേരക്കുട്ടിക്കും സുഹൃത്തുക്കൾക്കും ഒപ്പമാണ് തമിഴ്നാട് വെല്ലൂർ സ്വദേശിയായ രവി കന്നിസ്വാമിയായി ശബരിമലയിലെത്തിയത്. വയസ്സ് 60 ഇനിയെങ്കിലും അയ്യപ്പന്റെ സന്നിധിയിലെത്തണം. സുഹൃത്തുക്കളോട് ആഗ്രഹം അറിയിച്ചപ്പോൾ അവർക്കും സമ്മതം. അങ്ങനെ ഉൾക്കണ്ണിന്റെ വെളിച്ചത്തിൽ രവി കിലോമീറ്ററുകൾ താണ്ടി അയ്യപ്പന്റെ മുമ്പിലെത്തി. நான் ரொம்ப நாள் கனவு சாமி, நான் ஐயனை பார்க்கணும்னு. கண்ணு தெரியலனா கூட ஐயனை போய் காலனா வச்சு பார்த்துட்டு வந்தோம் அப்படின்னு எனக்கு ரொம்ப நாள் கனவு சாமி. அதனால எங்கள் பேரனை இட்டுக்குன்னு நான் சன்னிധத்துக்கு வந்தேன் சாமி. 8 വയസ്സുകാരനായ പേരക്കുട്ടി നിതീഷും അപ്പനൊപ്പമുണ്ട്. നാട്ടിൽ പൂക്കച്ചവടമാണ് തൊഴിൽ. ഡിസംബർ 28-നാണ് കെട്ടുനിറച്ച് ശബരിമലയിലേക്ക് തിരിച്ചത്. രവിയടക്കം 37 പേരടങ്ങുന്ന സംഘമാണ് വെല്ലൂരിൽ നിന്ന് ഇന്നലെ സന്നിധാനത്തെത്തിയത്. അയ്യപ്പന് നെയ്യഭിഷേകവും നടത്തി പേരക്കുട്ടിയുടെ കൈയും പിടിച്ച് രവി മലയിറങ്ങി. കൂരിരുട്ടിലും തെളിയുന്ന അയ്യപ്പന്റെ ദർശന പുണ്യവുമായി. VS അനു, ന്യൂസ് 18 സന്നിധാനം. വാർത്തകളിലേക്ക്.
വനിതാ മതിൽ ചരിത്ര സംഭവമാക്കിയ സ്ത്രീ സമൂഹത്തെ അഭിവാദ്യം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമാനതകളില്ലാത്ത സ്ത്രീ മുന്നേറ്റത്തിന് പിന്തുണ നൽകിയ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാനും ലിംഗനീതി നിഷേധിക്കാനുള്ള കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാനും സ്ത്രീകൾ നടത്തിയ വലിയ മുന്നേറ്റമാണ് വനിതാ മതിലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എതിർപ്പുകളെയും അപവാദ പ്രചാരണങ്ങളെയും അവഗണിച്ച് വനിതാ മതിലിൽ അണിചേർന്ന സ്ത്രീ സമൂഹം കേരളത്തിന്റെ അന്തസ്സുയർത്തിയതായും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അനിശ്ചിതകാല പണിമുടക്കിനൊരുങ്ങി KSRTC ജീവനക്കാർ. ഈ മാസം 16-ന് അർദ്ധരാത്രി മുതൽ പണിമുടക്ക് നടത്താനാണ് തീരുമാനം. തിരുവനന്തപുരത്ത് ചേർന്ന സംയുക്ത ട്രേഡ് യൂണിയൻ യോഗത്തിലാണ് പണിമുടക്ക് തീരുമാനിച്ചത്. ഇതു സംബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ MDക്ക് നോട്ടീസ് നൽകി. ക്ഷാമബത്ത, ശമ്പള പരിഷ്കരണം, ഡ്യൂട്ടി പാറ്റേൺ എന്നിവ പരിഷ്കരിക്കണമെന്ന വാഗ്ദാനം കോർപ്പറേഷൻ പാലിച്ചില്ലെന്നാരോപിച്ചാണ് അനിശ്ചിതകാല പണിമുടക്ക്. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ മന്ത്രിസഭ ഉപസമിതിക്ക് രൂപം നൽകി. വ്യവസായ മന്ത്രി EP ജയരാജനാണ് മന്ത്രിസഭാ സമിതിയുടെ കൺവീനർ. E ചന്ദ്രശേഖരൻ, K കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ഇരു വിഭാഗങ്ങളിലുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുകയാണ് സമിതിയുടെ ലക്ഷ്യം. സംസ്ഥാന സർക്കാരിനെ സീറോ ലാൻഡ് പദ്ധതിയിൽപ്പെടുത്തി പട്ടയം നൽകിയിട്ടും സ്ഥലം കിട്ടാതെ വീടെന്ന സ്വപ്നവുമായി കാന്തല്ലൂർ പഞ്ചായത്തിലുള്ള 92 കുടുംബങ്ങൾ. 2013-ലും 2017-ലുമായി പട്ടയം നൽകിയിട്ടും ഇവർക്ക് സ്ഥലം അളന്നു തിരിച്ചു നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കാന്തല്ലൂർ പഞ്ചായത്തിൽ ഭവനഭൂരഹിതരെ സീറോ ലാൻഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടയം നൽകി വർഷങ്ങൾ പിന്നിട്ടെങ്കിലും സ്ഥലം തിരിച്ചു നൽകാത്തത് 92 കുടുംബങ്ങളെയാണ് വലയ്ക്കുന്നത്. 2013-ലും 2017-ലുമായി കാന്തല്ലൂർ വില്ലേജിൽ 82 പേർക്കും കീഴാന്തൂർ വില്ലേജിൽ 9 പേർക്കുമാണ് പട്ടയം നൽകിയത്. കാന്തല്ലൂർ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന റവന്യൂ ഭൂമിയിലും ദണ്ടുകൊമ്പിലുള്ള റവന്യൂ ഭൂമിയിലുമായി 3 സെന്റ് വീതം സ്ഥലം തിരിച്ചിട്ടെങ്കിലും തുടർ നടപടികളുണ്ടായില്ല. സബ് കളക്ടറെ കണ്ടിട്ട് സബ് കളക്ടർ ഇത് അടിയന്തരമായിട്ട് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഉടനെ ഇവരെല്ലാവരെയും വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ഇവരുടെ ആ സ്ഥലം കാണിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് കൈയേറും. അവർ പിന്നെ സർക്കാർ വന്നിട്ട് അതിൻ്റെ നിയമപരമായിട്ട് നടപടിയിൽ തുടങ്ങുന്ന രീതിയിൽ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സീറോ ലാൻഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടയം ലഭിച്ചതിനാൽ നിലവിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്നും പേരൊഴിവാക്കുകയും ചെയ്തതോടെ വാടക വീട്ടിലും ബന്ധുവീട്ടിലും അഭയം പ്രാപിച്ചിരിക്കുകയാണ് പലരും. പലതവണ അധികൃതരെ സമീപിച്ചെങ്കിലും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് CPI പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 മറയൂർ. വനിതാ മതിലിനായി ഹെൽമറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹനം ഓടിച്ച് വെട്ടിലായി U പ്രതിഭ MLA. കായംകുളത്ത് ഇന്നലെ നടന്ന സ്ത്രീകളുടെ വാഹന വിളംബര ജാഥയിലാണ് വെള്ള റിബൺ മാത്രം തലയിൽ കെട്ടി MLA നഗരം ചുറ്റി വാഹനം ഓടിച്ചത്. ഒടുവിൽ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി MLA തന്നെ പിഴയടച്ചു. ഗവൺമെന്റ് പണം അനുവദിച്ചിട്ട് പോലും ചില തന്നിഷ്ടക്കാരായ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വാഹനാപകടങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലൊന്നായ കായംകുളം മണ്ഡലത്തെക്കുറിച്ച് പൊതുവേദിയിൽ പൊട്ടിക്കരഞ്ഞ UMLA തന്നെയാണ് ഇന്ന് രാവിലെ ഗതാഗത നിയമം ലംഘിച്ചതിന് കായംകുളം ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പിഴ അടയ്ക്കേണ്ടി വന്നത്. വനിതാ മതിലിനായി MLA നയിച്ച വിളംബര ജാഥയിൽ ഹെൽമറ്റ് ധരിക്കാതെ വാഹനമോടിച്ചതാണ് വിനയായത്. നവമാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നതോടെയാണ് 100 രൂപ പിഴ നൽകിയത്. തെറ്റുപറ്റിയെന്നും മാതൃകാപരമായി തിരുത്തുകയാണെന്നും പ്രതിഭ പറഞ്ഞു. മനഃപൂർവ്വം ചെയ്തതല്ല, പക്ഷേ എങ്കിൽ പോലും ഹെൽമെറ്റ് ഇല്ലാതെ ഞങ്ങൾ വണ്ടി ഓടിച്ചു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അത് ഇന്ന് ഫൈൻ അടച്ചുകൊണ്ട് അത് നിന്ന് ആ തെറ്റിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. എല്ലാവരും, നിങ്ങളും തെറ്റ് ചെയ്താൽ ഇതുപോലെ ഫൈൻ കൊടുക്കണം. അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കണം. ന്യൂസ് 18 കായംകുളം.